മൈ ഡിയേഴ്സ്, അപ്പം നമ്മളുടെ ഓണം എക്സാം അടുത്തെത്തി. നല്ല സീരിയസ് ആയിട്ട് എൻ്റെ മക്കളിരുന്ന് പഠിക്കുകയെന്നറിയാം. അപ്പോൾ ഇപ്പം മിസ്സ് വന്നിരിക്കുന്നത് ഫുഡ് ആൻഡ് ഹ്യൂമൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനാണോ? ആ ചാപ്റ്റർ ഓൾറെഡി നമ്മളൊരു വൺ ഷോട്ട് ലൈവ് ക്ലാസ്സിലൂടെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഈ ചാപ്റ്ററിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അതിനു മുന്നേ എന്നെ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ പേര് അഞ്ജു എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഏതാണ് ആ ടോപ്പിക്ക് നോക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ കുറേ കാര്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണം എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സൂപ്പർ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബാർട്ടർ സിസ്റ്റം, ബാർട്ടർ സമ്പ്രദായം അഥവാ ബാർട്ടർ സിസ്റ്റം. ഇതിനെ പറ്റിയാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മലയാളത്തിൽ ഇതിന് പറയാം ബാർട്ടർ സമ്പ്രദായം. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാലും എന്താണെന്ന് എൻ്റെ മക്കളൊന്ന് ഓർത്ത് നോക്കിയേ. മിസ് പറയുന്നതിന് മുന്നേ ഓർമ്മയുണ്ടോ എന്നൊന്ന് ഓർത്ത് നോക്കിയേ. ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത് ഓർമ്മയുണ്ടോ? ചിലർക്കൊക്കെ ഓർമ്മ വരുന്നുണ്ട്, ചിലർക്ക് എന്താണെന്നൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മളുടെ ഏർലി ഹ്യൂമൻസ്, ആദിമ മനുഷ്യർ എങ്ങനെയായിരുന്നു ഭക്ഷണമൊക്കെ കണ്ടുപിടിച്ചിരുന്നത് പണ്ട്. അവർ വേട്ടയാടിയും ഹണ്ടിങ്ങിലൂടെയും അതേപോലെ ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ട് അവർ ഭക്ഷണമൊക്കെ ഗ്യാദർ ചെയ്തിരുന്നു അല്ലേ, ശേഖരിച്ചിരുന്നു. എന്നിട്ട് അവർ അത് ആദ്യം വേവിച്ചായിരുന്നോ കഴിച്ചിരുന്നത്? അല്ല, അവരത് പച്ചയോടെ കഴിക്കാൻ തുടങ്ങി. പിന്നീട് അവർ തീ കണ്ടുപിടിച്ചതിന് ശേഷം അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്തു? പിന്നീട് അവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യം, അതായത് ഫുഡ് പ്രൊഡക്ഷനിലേക്ക്, ഭക്ഷ്യോൽപാദനത്തിലേക്ക് കടക്കേണ്ടി വന്നു. കാരണം എന്തായിരുന്നു? പോപ്പുലേഷനൊക്കെ കൂടി, ക്ലൈമറ്റിലെ ഇഷ്യൂസ്, കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ അവരെന്തിലേക്ക് നയിച്ചു? ഫുഡ് പ്രൊഡക്ഷനിലേക്ക് നയിച്ചു. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമായതുകൊണ്ട് മിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർ ഫുഡ് പ്രൊഡക്ഷനിലേക്കൊക്കെ കടന്നപ്പോൾ അവർക്ക് അവരുടെ കയ്യിലുള്ള ഭക്ഷണം, ഇപ്പം അവർ ഉപയോഗിച്ച ഭക്ഷണമൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് ബാക്കി വന്ന ഭക്ഷണമൊക്കെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവരുടെ കയ്യിൽ ചില ഭക്ഷണം ഇല്ലാതെ വന്നിരുന്നു, അല്ലെങ്കിൽ ചില സാധനങ്ങൾ ഇല്ലാതെ വന്നിരുന്നു. അപ്പോൾ അവരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അവർക്ക് പൈസ ഉണ്ടായിരുന്നോ? അന്ന് കോയിൻ ഉണ്ടായിരുന്നോ? അന്ന് നാണയങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമായിരുന്നോ? ഇല്ല. അപ്പോൾ അവരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്തായിരുന്നു അവർ ചെയ്തിട്ടുണ്ടാവുക? യെസ്, ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവൻ്റെ കയ്യിൽ ചാക്കിൽ കുറച്ച് അരിയുണ്ട്. ഈ അരിയും കൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഇവൻ്റെ കയ്യിൽ കുറച്ച് ഇറച്ചിയുണ്ട്. അപ്പോൾ ഇവൻ്റെ കയ്യിലുള്ള ഈ അരി കൊടുത്തിട്ട് അവൻ ആ ഇറച്ചി വാങ്ങിക്കുന്നു, ആ മീറ്റ് വാങ്ങിക്കുന്നു അല്ലേ. നമ്മളുടെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങുന്നു. ഇങ്ങനെ ചെയ്യാൻ അന്ന് വഴി ഉണ്ടായിരുന്നുള്ളൂ, പൈസ ഇല്ല. എന്താ ചെയ്തിരുന്നത്? ഒരു എക്സ്ചേഞ്ച് ആണ് അവിടെ നടന്നിട്ടുള്ളത് അല്ലേ, ഒരു എക്സ്ചേഞ്ച് അല്ലേ, സാധനങ്ങളുടെ എക്സ്ചേഞ്ച്, കൈമാറ്റമാണ് അവിടെ നടന്നിരുന്നത്. നോക്കാം, നമുക്ക് അടുത്തൊരു പിക്ചറും കൂടെ കാണിച്ചു തരാം മിസ്. നോക്കാം, അതായത് നമ്മൾ പറയാൻ പോകുന്നത് ഭക്ഷണ സാധനങ്ങളുടെ എക്സ്ചേഞ്ചിലേക്കാണ്. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്, ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. നോക്കിക്കേ, എന്താ ചെയ്തിരുന്നത്? നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായിട്ട് ഓരോരുത്തരും എന്ത് ചെയ്തു? നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് എക്സ്ചേഞ്ച് ചെയ്തു. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്തു? എക്സ്ചേഞ്ച് ചെയ്തു. ഇങ്ങനെയാണ് അവർക്ക് വേണ്ട സാധനങ്ങൾ കണ്ടെത്തിയിരുന്നത്. നമുക്ക് നോക്കാം, ഒരു പിക്ചർ നോക്കാം. ഇവിടെ ഇവൻ്റെ കയ്യിൽ ഒരു ആടുണ്ട്, പക്ഷെ ഇവന് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഇവിടെ മറ്റൊരാളുണ്ട്, ആ മോൻ എന്താ വേണ്ടത്? അവന് ആടിനെയാണ് വേണ്ടത്. പക്ഷെ അവൻ്റെ കയ്യിൽ ആടുണ്ടോ? ഇല്ല, അവൻ്റെ കയ്യിൽ കുറേ വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ അവൻ ഈ വെജിറ്റബിൾസും കൊണ്ട് ഈ ആട്ടിടേൻ്റെ ആടുള്ള ആളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആടിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്ത് പറഞ്ഞു? എനിക്ക് വെജിറ്റബിൾസും ആവശ്യമുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. ഇവിടെയുള്ള വെജിറ്റബിൾസ് ഇങ്ങോട്ടേ കൊടുത്തു, ഇവിടെയുള്ള ആടിന് ഇവനും കൊടുത്തു. ഇങ്ങനെയാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്? അവർക്ക് വേണ്ടിയിരുന്ന സാധനങ്ങൾ കണ്ടെത്തിയിരുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, അതായത് ഭക്ഷണ സാധനങ്ങളുടെ അല്ലെങ്കിൽ സാധനങ്ങളുടെ കൈമാറ്റമാണ് നടന്നിരുന്നത്. ഇതിനെയാണ് ബാർട്ടർ സിസ്റ്റം അഥവാ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസോ കസിൻസോ ആരെങ്കിലുമൊക്കെ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അവരൊക്കെ എന്ത് പഠിക്കുന്നുണ്ട് അറിയോ? ബാർട്ടർ സിസ്റ്റത്തിനെ പറ്റി, ബാർട്ടർ സമ്പ്രദായത്തെ പറ്റി പഠിക്കുന്നുണ്ട്. അത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി അവർക്ക് പറഞ്ഞു കൊടുക്കാം ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ബാർട്ടർ സമ്പ്രദായം എന്നൊക്കെ പറയുന്നത് അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്താണ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് അല്ലേ, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിൻ്റെ എക്സ്ചേഞ്ച്,
കൈമാറ്റം, സാധനങ്ങളുടെ കൈമാറ്റത്തിനെയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം അഥവാ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. കോയിനേജിന് മുന്നേ, കോയിനേജ് എന്ന് പറഞ്ഞാൽ നാണയം കണ്ടുപിടിക്കുന്നതിന് മുന്നേ എന്തായിരുന്നു നടന്നിരുന്നത്? ഒരു എക്സ്ചേഞ്ച് ആണ് നടന്നിരുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യം മിസ് ഒന്നിവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് ബാർട്ടർ സിസ്റ്റം, എന്താണ് ബാർട്ടർ സമ്പ്രദായം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക. എക്സാമിന് ഇതിനകത്ത് നീ ഏരിയ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഓണം എക്സാമിന് ഭയങ്കര സീരിയസോടെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, ബൈ.